സംഗീത ചക്രവർത്തി മൈക്കൽ ജാക്സൺ ഒറ്റവാക്കിൽ പോപ്പ് രാജാവെന്ന വിശേഷണം കൊണ്ട് മാത്രം ഒതുങ്ങുന്ന പ്രതിഭയല്ല. ഒരു മനുഷ്യായുസ്സിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊടുമുടിയോളം വളരുക, മരണാനന്തരവും ആ പ്രശസ്തിക്ക് ഒരു കോട്ടവും തട്ടാതിരിക്കുക, അത് മൈക്കൽ ജാക്സൺ എന്ന പ്രതിഭയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രത്യേകതയാണ്. അച്ഛൻ ജോസഫിന്റെ ശിക്ഷണത്തിൽ ജാക്സൺ സഹോദരന്മാർ ചേർന്ന് ജാക്സൺസ് 5 എന്ന മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കി. ട്രൂപ്പിലെ ഏറ്റവും ഇളയവനായിട്ടും പാട്ടുകൊണ്ടും ദ്രുതചലനങ്ങൾ കൊണ്ടും ആളുകളുടെ കയ്യടി നേടിയെടുക്കാൻ കൊച്ചു മൈക്കലിനായി. 1971 മുതൽ മൈക്കൽ ജാക്സൺ ഒറ്റയ്ക്ക് പാടാൻ തുടങ്ങി. 70കളുടെ അവസാനത്തോടെ ജാക്സൺ ജനപ്രിയനായി മാറി. മൈക്കൽ ജാക്സന്റെ ബീറ്റ് ഇറ്റ്, ബില്ലി ജീൻ, ത്രില്ലർ എന്നീ ഗാനങ്ങളുടെ വീഡിയോകളുടെ പ്രശസ്തി വർണ്ണവിവേചനത്തിന്റെ അതിർവരമ്പുകൾ തകർത്തു. ബ്ലാക്ക് ഓർ വൈറ്റ്, സ്ക്രീം എന്നീ വീഡിയോകളുടെ വിജയത്തോടെ 90കളിലെ MTVയിലെ മുഖ്യ ആകർഷകമായി ജാക്സൺ മാറി. വളരെ പ്രയാസമുള്ള റോബോട്ട്, മൂൺവാക്ക് തുടങ്ങിയ നൃത്തശൈലികൾ ജാക്സന്റെ സംഭാവനകളാണ്. മൈക്കൽ ജാക്സൺ ജീവിക്കുന്ന ഇതിഹാസം തന്നെയായി മാറി. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ മൈക്കൽ ജാക്സൺ രേഖപ്പെടുത്തി. 13 ഗ്രാമി പുരസ്കാരങ്ങൾ, 26 അമേരിക്കൻ മ്യൂസിക് പുരസ്കാരങ്ങൾ, 13 നമ്പർ 1 സിംഗിൾസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പുരസ്കാരങ്ങളും ജാക്സന്റേതു മാത്രമായി. സംഗീതം, നൃത്തം, ഫാഷൻ മുതലായ മേഖലകളിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ 4 പതിറ്റാണ്ടുകളിലേറെ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി മൈക്കൽ ജാക്സനെ മാറ്റി. ജാക്സന്റെ 2 വിവാഹ ബന്ധങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു. അവസാന നാളുകൾ 3 മക്കൾക്കൊപ്പം മാത്രമായിരുന്നു. നിരവധി ലൈംഗികാരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു. പ്രശസ്തിക്കൊപ്പം ബാലപീഡകൻ, സ്വർഗാനുരാഗി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ എന്നിങ്ങനെ പല ആരോപണങ്ങളും ജാക്സനെ പിന്തുടർന്നു. ഇതിനിടെ സൗന്ദര്യവർദ്ധനയ്ക്കായി ചെയ്ത ശസ്ത്രക്രിയകളും ത്വക്ക് രോഗത്തിന്റെ പ്രശ്നങ്ങളും ജാക്സനെ അലട്ടി. 2009 ജൂൺ 25-ന് പ്രൊപ്പഫോൾ, ലോറോസെപ്പ മുതലായ മയക്കുമരുന്നുകളുടെ അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ജാക്സന് മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് ലോസ് ഏഞ്ചൽസ് കോടതി ജാക്സന്റെ മരണം നരഹത്യയാണെന്ന് വിധിക്കുകയും അദ്ദേഹത്തെ ഡോക്ടറായിരുന്ന കോൺറാഡ് മുറയെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കെതിരായി ശിക്ഷിക്കുകയും ചെയ്തു. 2009 തിരിച്ചുവരവിനായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ മരണം സംഭവിക്കുന്നത്. ജാക്സന്റെ അവസാന യാത്ര 250 കോടിയോളം ആളുകളാണ് തത്സമയം കണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.